എടാ നിങ്ങളോടത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൊച്ചിൽ പിള്ളേരെ ശല്യം ചെയ്യാൻ പറ്റും എനിക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാലുപൊട്ടി നിങ്ങൾ ബസ്സിലെ പിള്ളേരെ ശല്യം ചെയ്യുന്നു നിങ്ങളുടെ പരിപാടി വെച്ചിറങ്ങി കഴിഞ്ഞാൽ മക്കളെ ഞങ്ങൾ ആരാ നിങ്ങൾ ശരിക്കുമോ കേട്ടോടാ ഇനി മേലെ ഞങ്ങളുടെ ബാച്ചിലെ പിള്ളേരെ ശല്യം ചെയ്തു പോകരുത്. നീ ഒന്ന് പോടാ, നീ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇനി അവരെ ശല്യം ചെയ്യും. അഥവാ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയണല്ലോ. ഞങ്ങൾ ഇനി അവരെ ശല്യം ചെയ്യും, ഇനി അവരുടെ പുറത്ത് നടക്കും. നമുക്ക് കാണാലോ ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്. നാളെ അറിയുന്നത് നീയൊക്കെ നമ്മളോട് ഞങ്ങളെ മനസ്സിൽ പിള്ളേരെ ശല്യം ചെയ്തിട്ടാ ഞങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് നീ വെച്ചാൽ കണ്ടു പോടാ. എടാ ഋത്തിക്ക് ജോയിലെ വരുണേ വേണ്ട, അവരെ നമുക്ക് പിന്നെ നോക്കാം. ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ, വാ. ഇന്ന് ഒരു പ്രശ്നം വേണ്ട. കോളേജിലെ ഫസ്റ്റ് ഡേ തന്നെ ബ്ലാക്ക് മാർക്ക് വേണോ? അതറിയാൻ പറഞ്ഞത് കാര്യം എന്തിനാ വെറുതെ ഫസ്റ്റ് ഡേ തന്നെ ബ്ലാക്ക് മാർക്കൊക്കെ വാങ്ങിയിരിക്കുന്നേ? നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? ഇന്ന് ഫ്രഷസ് അല്ലേ? അതിന് ഓ പൊട്ടാ, ഇന്ന് പുതിയ കുറെ ന്യൂ അഡ്മിഷൻസ് വരുന്നല്ലേ. നമ്മളവരുടെ സീനിയർ അല്ലേ. പോരാത്തതിന് കോളേജിലെ റാഗിങ് അലൗഡാണല്ലോ. പിന്നെന്താ കുഴപ്പം? അതെ, ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നീ പറയട കുട്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ സീനിയേഴ്സ് പിന്നെ കോളേജിലെ റാഗിങ് അലൗഡാണ് എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലില്ല, ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഓ എടാ പൊട്ടാ, നിന്റെ അമ്മൂമ്മേന്റെ തല. എടാ നമ്മൾ സീനിയേഴ്സ് ആണല്ലോ, അപ്പം നമുക്ക് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാലോ. പോരാത്തതിന് നമ്മുടെ കോളേജിൽ റാഗിങ് അലൗഡ് ആണല്ലോ. പിന്നെ എന്താ കുഴപ്പം? അതാവാൻ പറഞ്ഞത്. ഓ മണ്ടൻ. ഓ എനിക്കറിയാം. പിന്നെ ഞാനിത് നിങ്ങളെ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇന്ന് ഫ്രഷസ് അല്ലേ, അതുകൊണ്ടാ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആക്ടിങ്? റിയലായി തന്നെ തോന്നിയില്ലേ? നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചില്ലേ? ഓ കണ്ടാ പറയേയില്ല ആക്ടിങ് ആയിരുന്നെന്ന്. നിങ്ങൾക്കത് വയ്യ, എന്ത് ചെയ്യാനാ? ഞാനിങ്ങനൊരു കഴിവേറായി പോയില്ലേ. ഓ മതി, വാ നമുക്ക് പോയി. ഇപ്പൊ തന്നെ ലേറ്റായി. അത് ശരിയാ വേദ പറഞ്ഞത്. എന്തുപോലെ കോളേജാലേ. ഇതിപ്പോ നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കുമ്പോഴേക്ക് നാളെ ആവുമല്ലോ. കാവ്യ പറഞ്ഞത് ശരിയാ. എന്താണ് വേണ്ടത്? ഓ നശിപ്പിച്ച് നമ്മളിപ്പോ കേരളത്തിലല്ല ഉള്ളത്, UK ആണ്. നിനക്ക് ഓർമ്മയുണ്ടോ? പേടിക്കണ്ട, ഞങ്ങളും മലയാളികളാ. അതെ, ഈ ഫസ്റ്റ് ഇയർ കൊമേഴ്സ് ക്ലാസ് എവിടെയാ നിങ്ങൾക്കറിയുമോ? നിങ്ങളും ഫസ്റ്റ് ഇയർ കൊമേഴ്സ് ആണോ? ഞങ്ങളും അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഞങ്ങളും ക്ലാസ് ഒക്കെ അടക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അല്ല, നിങ്ങളുടെയൊക്കെ പേരെന്താ, അതൊന്ന് പറയുമോ? അല്ല, ഞങ്ങളുടെ പേര് പറഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് പറ. ഞാൻ കാവ്യ. പിന്നെ നിങ്ങൾക്ക് എന്നെ വേൾഡ് ബ്യൂട്ടി എന്നും വിളിക്കാം. ഞാനല്ല, പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല. ഞാൻ വേദ. ഞാൻ ശ്രീയ. ഇന്ന് ഫ്രഷസ് ആയിട്ട് ഒരു നല്ലതിനെ പോലും കാണാൻ കിട്ടുന്നില്ലല്ലോടാ. എക്സ്ക്യൂസ് മീ, അതെ നമ്മളിവിടെ വായി നോക്കാനല്ല വന്നത്, അത് മറക്കല്ലേ. അതെന്തുവാടാ വായ്നോട്ടം? അതിങ്ങനെ നിർത്താൻ പറ്റുമോ? പിന്നെ റാഗിങ്ങിന്റെ കൂടെ ഒരു ചെറിയ വായ്നോട്ടമൊക്കെ ആവാം അല്ലേടാ? ഫ്രഷ്, നീ ഇത് ആരോടാടാ അറിയാനേ പറയുന്നത്? എന്തുവാടാ ജോ നീ ഇപ്പൊ പറഞ്ഞത്? ഒന്നുമില്ലടാ, നീ ഒരു കഴിവേറി ആയിരുന്നെന്ന് പറയുമായിരുന്നടാ ഞാൻ ഇവരോടൊക്കെ. അങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കുക. പണ്ടത്തെ പോലെ ഒന്നല്ല നീ ഇപ്പൊ. നിനക്ക് കുറച്ച് വിവരങ്ങളൊക്കെ വരുന്നുണ്ട്, നന്നായി. ഓ എല്ലാം ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടോ? കുറെ നേരം മനുഷ്യ ക്ഷമിക്കുന്നു. നമ്മളെവിടെ വന്നത് എന്തിനാന്ന് വല്ല ഓർമ്മയുണ്ടോ? എല്ലായിടത്തിനും ഒന്ന് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടോ? അങ്ങോട്ടേക്ക് നോക്കി നടന്നു നാരണത്തിനെ കാണാൻ കൊള്ളാലേ. നമുക്കൊന്ന് റാഗിയത് വിട്ടാലോ? അതാരോണ്ട് പറഞ്ഞത് ശരിയാ, ആ നാരണത്തിനെ കാണാൻ കൊള്ളാലേ. എന്തായാലും വാ നമുക്കൊന്ന് നോക്കാം. ഹലോ, ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടോ? നിങ്ങളേത് എങ്ങോട്ടേക്ക് ഞങ്ങൾ മൈൻഡ് ചെയ്യേണ്ടി വന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്.
എടി നമ്മളെയാണല്ലോ വിളിക്കുന്നത്, എന്തിനാണാവോലെ? നീ വാ, നമുക്ക് നോക്കാം എന്തിനാ വിളിക്കുന്നതെന്ന് അറിയണല്ലോ. അതെ, ഇനി അത് നമുക്കുള്ള വല്ല പണിയെങ്ങാനുമാണോ? അങ്ങോട്ടേക്ക് പോണോടി. മൈൻഡിയാണ്, നമുക്ക് തിരിഞ്ഞു നടന്നാലോ? വെറുതെ എന്തിനാ? എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും നമ്മളെ വിളിച്ചതല്ലേ. എടി, ഇനി വല്ല റാഗിങ് എങ്ങാനും ആണോ? പോണോടി. ഏയ്, റാഗിങ് ഒന്നും ആയിരിക്കില്ലേടി. എന്തായാലും വാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്താണെന്ന്. എന്തിനാ നിങ്ങൾ ഞങ്ങളെ വിളിപ്പിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടിട്ട് എന്തായിട്ടാ തോന്നുന്നത്? അത് പിന്നെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാ ചോദിച്ചത്. എന്തിനാ നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പോവായിരുന്നു. അതെ, എല്ലാം ഒന്ന് മിണ്ടാടുക്കുന്നുണ്ടോ? എനിക്കൊരു ചെറിയ സംശയം. ഇതേത് ഈ മത്തങ്ങ തലയും മത്തങ്ങയുടെ തലയും നീർക്കോലിന്റെ രൂപവും വെച്ചിട്ട് കൊഞ്ചാമ്പോ തോട്ടി പോലെ ഉണ്ടല്ലോ. എടി അണ്ണച്ചീന്റെ മോളെ ആർക്കാടി മത്തങ്ങേനെ തലി തോട്ടിയിട്ട് ശരീരമുള്ളത്? എടോ എടോ, താനീ പറഞ്ഞ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അണ്ണാച്ചിന്റെ മോൾ, അണ്ണാച്ചിന്റെ മോൾ തന്നെ മറ്റാളോ? എന്റെ വേൾഡ് ബ്യൂട്ടി ഫേസിലൊക്കെ ഇട്ട് തനിക്ക് എങ്ങനെയാണ് അണ്ണാച്ചിന്റെ മോളെന്ന് വിളിക്കുന്നത്? തന്നേക്കിന് മത്തങ്ങയുടെ തല വെച്ചിട്ട് അയാൾ വന്നേക്കുന്നു. എന്നാ ഉയരാ തോട്ടി പോലെ ഉണ്ട്. ഇയാൾക്ക് തലയ്ക്ക് ഒരു ചന്ദ്രനിൽ എത്താനെല്ലാക്കും. എടി എടി, നിർത്തടി. നിങ്ങൾക്കത് പറഞ്ഞോണ്ട് എങ്ങോട്ടേക്കാണ് കയറി പോകുന്നത്? ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സുള്ള വല്ല ബഹുമാനമുണ്ട് നിങ്ങൾക്ക്? നിർത്തിക്കൊള്ളല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും കൂടി അടുത്ത് കൊടുക്കും ഞങ്ങൾ. അല്ലേ പിന്നെ ഞങ്ങൾ സീനിയേഴ്സ് എന്നുള്ള ബോധം ഉണ്ട് എല്ലായിടത്തും നോക്ക്. അയ്യോ, ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ സീനിയേഴ്സ് ആണെന്നുള്ള കാര്യം. ഇല്ല, സീനിയേഴ്സ് വന്നേക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് വിളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കൂടെ? അല്ല, പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇവിടെ തന്നെ തപ്പിച്ചിട്ട് ഞങ്ങളാ ഇപ്പൊ കുറ്റക്കാർ മുഴുവനും. ഞങ്ങളോട് പ്രശ്നം പോയി. ഞങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. ഓ, ഒന്ന് നിർത്തുന്നുണ്ടല്ലോ കൂടിയിട്ട് കക്ക കൂട്ടി കല്ലിട്ടോലെ കടന്ന് കലവില എന്ന് പറയുന്നത് എന്തുവാ ഇത്? കോളേജുള്ള ബോധമാണ്. ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സ് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ തരാം കേട്ടോ ഞങ്ങൾക്ക്. ഓ, പിന്നെ റെസ്പെക്ട് തരാൻ പറ്റിയ സാധനങ്ങൾ. ഇത് കോളേജിലുള്ള കാര്യം ഞങ്ങളെല്ലാം ബോധമില്ലാത്ത നിങ്ങൾക്കാണ്. ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തർക്കിക്കാൻ നിന്നിട്ട് അവസാനം കുറ്റങ്ങൾ വഴി ഞങ്ങളുടെ ഭാഗത്താ. എന്തുവാ അത്? നിർത്തടി, വല്ല എളുപ്പമുള്ള ടാസ്ക് തന്നിട്ട് വിടാൻ വിചാരിച്ചപ്പോൾ നിങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ കയറി നിരങ്ങുവാണോ? ഇനിയിപ്പോൾ മക്കൾ ഇവിടുന്ന് നല്ല ടഫുള്ള ടാസ്ക് വാങ്ങിക്കൊണ്ട് അങ്ങ് പോയാൽ മതി. ഓ, പാപങ്ങളെ വിചാരിച്ച് വിളിച്ചതാ. അപ്പോൾ നോക്കുമ്പോൾ വിളിച്ചത് മൂക്കം പാങ്ങളെ പോലത്തെ സാധനങ്ങളെയും അല്ല. അവിടെ നിന്നിട്ട് സീനിയേഴ്സിനെ റെസ്പെക്ട് ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ. ഓ, പിന്നെ കയറിറങ്ങാൻ പറ്റിയതാണെങ്കിലും അത് ചേട്ടന്മാരുടെ കാര്യങ്ങൾ ടാസ്ക് എന്തൊക്കെ ചെയ്യാൻ ഞങ്ങളാരും നിങ്ങളുടെ കുട്ടികളൊന്നുമില്ല. ഓ, ഞങ്ങൾ മുഴുക്കം പാമ്പലാണെങ്കിൽ പിന്നെ നിങ്ങളാണ് അനാക്കൊണ്ടേ വേറെ കുട്ടികളോ? ഓ, ഫോൺ നിർത്തുന്നുണ്ടല്ലോ. എന്തോ അത് കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഓ, മനുഷ്യനെ ശരിക്കൊരു സമാധാനം തരത്തില്ലെന്ന് ഉറപ്പിച്ച് വന്നേക്കോ എല്ലാം കൂടിയിട്ട്. അതെ, പൂച്ചക്കുഞ്ഞിന്റെ പേരെന്താ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഓ, എന്തൊന്നും അത് പൂച്ചക്കുഞ്ഞെ, നിന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്തും അത് നിങ്ങൾക്കൊന്ന് മര്യാദ പഠിപ്പിച്ചു കൊടുത്തൂടാ? കോഴിയുടെ സ്വഭാവം താറാവിന്റെ ലുക്കും വെച്ചിട്ടാണ് ഇറങ്ങിക്കൊള്ളിട്ടാണ് പൂച്ചക്കുഞ്ഞ് വിളിക്കുന്നത്. എത്ര കഴിഞ്ഞ് താഴെ പൂച്ചക്കുഞ്ഞ് വിളിക്കടോ? ഓ, നിർത്തുന്നുണ്ടല്ലോ. കുറെ നേരെ തുടങ്ങിയിട്ട് മനുഷ്യൻ ക്ഷമിക്കാന്. ഓ, നിങ്ങളല്ല ഞങ്ങളുടെ സീനിയേഴ്സ്, ഞങ്ങൾ നിങ്ങളെയാണ് സീനിയേഴ്സ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വേണ്ടി ഇടയ്ക്ക് ഭരിക്കാനൊന്നും വരില്ലേ മക്കളെ. അങ്ങനെ എങ്ങാനും വന്നതന്നെ നിങ്ങൾ ഇവിടുന്ന് പണിയും വാങ്ങിക്കൊണ്ടേ പോകുള്ളൂ. ഒരിക്കലും മറക്കാത്തൊരു പണി. അയ്യോ, താൻ എന്നാ പിടിച്ചോ പണി എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങാൻ ഞങ്ങൾ നിങ്ങളുടെ സെർവൻസ് ഒന്നല്ല. അതുകൊണ്ട് നിങ്ങളുടെ പണിയൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതിപ്പോ എന്താ സംഭവം? ഇവന്മാർക്ക് കൂടിയിട്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ കലവില നടിയുണ്ടാക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവളുമാരെന്തിനാണ് അവന്മാരോട് വെറുതെ പോയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? ഇനി ഇവളുമാർക്ക് ആര് വട്ടായോ? കണ്ടിട്ട് വേറെ കുഴപ്പം തോന്നില്ലല്ലോ. അതെ, നിങ്ങളൊക്കെ ഈ കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നത്. പണി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്കുള്ള പണി ഞങ്ങൾ തന്നോളാം. ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല. എടാ ജോയിലെ, നീ ഇങ്ങോട്ട് വാ. അവരെ നമുക്ക് പിന്നെ നോക്കാം. ഇനിയും സമയമുണ്ടല്ലോ. അതന്നെ പറഞ്ഞത് ശരി. ഇനിയിപ്പോ നമ്മളിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? നമുക്കൊരു ക്ലാസ് എടുക്കാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വാ. ഇനി എനിക്കൊന്ന് പേരാണ്. ഇനി അമ്മമാര് പറഞ്ഞാൽ നമുക്കിനി ശരിക്കും പണിയെങ്കിലും തരുമോ? ഇനിയിപ്പോ അമ്മമാരെ കുഞ്ഞി പോയി ചാടുമൊന്നും വേണ്ട. ശരിക്കും നമുക്കൊക്കെ പണി കിട്ടിയാലോ? ഇപ്പൊ നിങ്ങൾ വന്നാൽ നമുക്ക് പോയി ക്ലാസ്സൊക്കെ കണ്ടിട്ട് കുറെ സമയമായില്ലേ? വാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്തായാലും വാ, നമുക്ക് പോവാ ഇനി. ഇന്നും അമ്മ നമ്മളെ ഇൻസൾട്ട് ചെയ്തു. അതും ഈ ഫസ്റ്റ് ഇയർ കോളേജ് സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചിട്ട്. ഇനി ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ഇനി അവന്മാർക്ക് നമ്മളൊരു നല്ല പണീനെ കൊടുക്കണം. ഒരിക്കലും മറക്കാത്തൊരു നല്ല പണി.
ഹലോ ഗൈസ്, എന്താണ് ഇവിടെ പരിപാടി? നിങ്ങൾക്ക് പിന്നെ അമ്മമാരുടെ നിന്ന് കിട്ടിയെന്നൊക്കെ കേട്ടല്ലോ. എന്താടാ കാര്യം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ അതോ, അത് ഞങ്ങൾ അറിയാനേനെ ഒന്ന് റാഗ് ചെയ്യാൻ നോക്കിയതാ, നടന്നില്ല. അപ്പത്തേക്ക് അവന്മാരുടെ ഇടയ്ക്ക് കയറി വന്ന്. ഓ, അപ്പം എന്നത്തെയും പോലെ ഇന്നും അതന്നെയല്ലേ കാര്യം? ഇന്നത്തെ നല്ല കിട്ടിയോടെ നിങ്ങൾക്കൊക്കെ? ഏയ് അത്രയ്ക്കൊന്നും നടന്നിട്ടില്ല. അപ്പത്തേക്ക് അറിയാൻ വന്നിട്ട് അവരൊക്കെ വിളിച്ചോണ്ടോ എന്തോ കാര്യമുണ്ടോ പറഞ്ഞിട്ട്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെന്താ ഇത്രയ്ക്ക് ലേറ്റ് ആയത്? സാധാരണ ലേറ്റ് ആവില്ലല്ലോ, എന്താ കാര്യം? വല്ല കുഴപ്പമൊപ്പിച്ചോ? ഓ അതോ, അത് ഞങ്ങൾ എണീക്കാൻ ലേറ്റ് എന്നിട്ട് ആ വാടൻ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചതാ. ഓ എന്തൊക്കെയോ പറഞ്ഞ എങ്ങനെയൊക്കെയോ ചാടി വന്നതാ. ഓ എന്തുവായിരുന്നു, ഒത്തിരി നേരം ലേറ്റ് എന്ന് ചോദിച്ചിട്ട് ആ വാടിൻ്റെ വാലിക്കുന്ന മുഴുവൻ കേട്ട്. ഓ ഇനിയിപ്പോൾ ഈവനിങ് പോകുമ്പോൾ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ ബാക്കി കേൾക്കാവുന്നേ ഉള്ളൂ. ഓ എന്ത് ചെയ്യാനാ, ആ വാടൻ ആദ്യം ഇവിടുന്ന് മാറ്റാം. എന്നാ നമുക്ക് പോയി, ഇപ്പൊ തന്നെ ലേറ്റായി. വാടൻ കണ്ട പിന്നെ അത് മതി അടുത്ത പ്രശ്നത്തിന്. അതിന് റെസ്റ്റ് എടുക്കാനും മാത്രം നീ എന്തെത്ര വലിയ പണി ചെയ്തത് ഇവിടെ? ഞാൻ നീ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. ഉറക്കത്തിന് പ്രശ്നം എടുത്തോളോടോ. വാ നമുക്കിനി പോകാം, ഇനിയും നാളെ രാവിലെ എണീക്കേണ്ടതല്ലേ. എടാ വാടാ നമുക്ക് പോവാം, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആടാ വാ നമുക്കിനി പോവാം, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നീ പറഞ്ഞോലെ എടാ പോവാൻ വരട്ടെ, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നോ അതിന് കാണുന്നില്ലല്ലോ. അറിയാനും ഹൃത്തിക്ക് അവിടെ പോയി അവന്മാർ കാണുന്നില്ലല്ലോ. കുറച്ചു നേരമല്ലോ അവന്മാർ പോയിട്ട്. ആ ശരിയാണല്ലോ, അമ്മാരെവിടെ? ഇനിയിപ്പോ അമ്മാരെങ്ങനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോ? ഏയ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടടാ, ഞങ്ങളെ ഒന്നും ആരും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ കാണാത്തതാ അതാ. അല്ല നിങ്ങൾ രണ്ടിത് ഞങ്ങളോട് വരാണ്ട് എങ്ങോട്ട് പോയതാ? സത്യം പറഞ്ഞു. അതുണ്ടല്ലോ അവിടെ, ഞങ്ങളൊന്ന് ലൈബ്രറിയിൽ പോയതാ. ഒരു ബുക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു പുതിയ ബുക്ക് എടുക്കാനും അതിന് പോയതായിരുന്നു. ഓ അതായിരുന്നോ? ഓ എന്നാ എനിക്ക് കേൾക്കണ്ട. ലൈബ്രറിയിലത്തെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട, പഠിക്കുന്ന കാര്യമേ എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. എന്നാ എനിക്കത് അത്രയ്ക്കും കേൾക്കണ്ടാടാ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. എനിക്ക് പിന്നെ കേൾക്കുക വേണ്ട. നിങ്ങൾക്കാർക്കും കേൾക്കണ്ടേ? ആ അന്ന് എനിക്കും കേൾക്കണ്ടേടാ, നീ പറയണ്ട. ഓ എന്നൊന്നും മിണ്ടാണ്ട് വരുന്നുണ്ടോ? പക്ഷെ കുറെ നേരം ക്ഷമിക്കുന്നു പറഞ്ഞിട്ട്.